ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല രാത്രിയിൽ കർത്താവിന്റെ പാദപീഠത്തിൽ നമുക്ക് ഒന്നിച്ചായിരിക്കാൻ കർത്താവ് കൃപ തന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് സ്ക്രീൻ എല്ലാവർക്കും കാണാമെന്ന് കരുതുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് സഹായിക്കുമാറാകട്ടെ. നാം പുറപ്പാട് പുസ്തകത്തിൽ ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ ആ പ്രോഗ്രസീവ് സ്കീം നമ്മൾ കാണുവാനായിട്ട് പോകുകയാണ്. ബുക്ക് ഓഫ് ജെനസിസിൽ നമ്മൾ കർത്താവിന്റെ റിഡംഷൻ പ്രോഗ്രാമിന്റെ ബേസിക് ലെസൺസ് നമുക്ക് കിട്ടുവാനായിട്ടിടയായി. ദൈവത്തിന്റെ പ്ലാൻ ഉൽപ്പത്തി പുസ്തകത്തിലെ എല്ലാ അധ്യായങ്ങളിൽ കൂടെയും നാം ഒന്ന് ഷോർട്ടായിട്ട് യാത്ര ചെയ്യുവാനായിട്ടിടയായി. പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ചിന്തിച്ചു. ഇന്ന് നാം ഉൽപ്പത്തി പുസ്തകത്തിന്റെ പുറപ്പാട് പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിലേക്ക് നാം കടക്കുകയാണ്. പുതിയ നിയമ സഭയെ സംബന്ധിച്ച് പലപ്പോഴും നാം ചിന്തിക്കുന്നത് പുതിയ നിയമത്തിൽ മത്തായി മുതൽ വെളിപ്പാട് വരെയുള്ളതായ പുസ്തകങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ പഠിക്കുവാനായിട്ട് കർത്താവ് തന്നിരിക്കുന്നത്. പഴയ നിയമം അത്ര പ്രാധാന്യം ഉള്ളതല്ല എന്നുള്ളതായ നിലവാരത്തിലാണ് പലപ്പോഴും നാം ചിന്തിക്കുന്നത്. എന്നാൽ ആ ചിന്ത തീർത്തും വ്യർത്ഥമാണ്, അല്ലെങ്കിൽ തെറ്റാണ്. പുതിയ നിയമസഭയുടെ എല്ലാ അടിസ്ഥാന ഉപദേശങ്ങളുടെയും ബേസിക് എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ നിന്നാണ്. പ്രത്യേകിച്ച് പുറപ്പാട് പുസ്തകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പുതിയ നിയമത്തിലെ ബേസിക് ഡോക്ട്രിൻസ് ആയിരിക്കുന്നതായ കാര്യങ്ങളുടെ ആരംഭം, അല്ലെങ്കിൽ ജെനസിസ് ഓഫ് ദി ബേസിക് ഡോക്ട്രിൻസ് ഇൻ ദി ന്യൂ ടെസ്റ്റമെന്റ് ചർച്ച് എന്ന് പറയുന്നത് ബുക്ക് ഓഫ് എക്സോഡസിലാണ്. പുറപ്പാട് പുസ്തകം നമ്മൾ പഠിക്കാതെ നമുക്ക് ദൈവത്തിന്റെ ആ രക്ഷണ്യ പദ്ധതിയുടെ ബേസിക് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞാൽ പുതിയ നിയമ സഭയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു പുതിയ നിയമ വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം എന്ന് പറയുന്നത് സാൽവേഷനാണ്, രക്ഷയാണ്. സാൽവേഷനിലാണ് ആരംഭിക്കുന്നത്, സാൽവേഷനിലാണ് നാം നിൽക്കുന്നത്, സാൽവേഷനിലാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ അവസാനവും. എന്ന് പറഞ്ഞാൽ സാൽവേഷൻ ഇൻ ദി പാസ്റ്റ്, സാൽവേഷൻ ഇൻ ദി പ്രസന്റ് ആൻഡ് സാൽവേഷൻ ഇൻ ദി ഫ്യൂച്ചർ. ഈ 3 സ്കീം നമുക്ക് കാണുവാനായിട്ട് കഴിയും സാൽവേഷനെ സംബന്ധിച്ച്. സാൽവേഷൻ എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ബുക്ക് ഓഫ് എക്സോഡസിലാണ്. അപ്പൊ ബുക്ക് ഓഫ് എക്സോഡസ് പഠിക്കാൻ, അല്ലെങ്കിൽ പുറപ്പാട് പുസ്തകം ശരിയായി മനസ്സിലാക്കാതെ എന്താണ് സാൽവേഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനോ അത് ഫോളോ ചെയ്യുവാനോ കഴിയുകയില്ല. നമുക്ക് ദൈവവചനം അറിയാവുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ദൈവവചനം നാം തുടർമാനമായി നാളുകളായി അതിന്റെ ആഴങ്ങളിൽ കേൾക്കുന്നത് കൊണ്ട് നമുക്കതൊരു പുതുമയായി തോന്നുകയില്ല. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, പുതുതായി കടന്നു വരുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവനോട് സാൽവേഷനെ കുറിച്ച് നാം പറയണമെങ്കിൽ പുറപ്പാട് പുസ്തകത്തിന്റെ ബേസിസിലാണ് നമുക്കത് പറയുവാൻ കഴിയുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ പുറപ്പാട് പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദ പീപ്പിൾ ഓഫ് ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ ഇൻ ഈജിപ്റ്റ്, മിസ്രൈമിലായിരിക്കുന്ന ദൈവജനത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചതുപോലെ ഉൽപ്പത്തി പുസ്തകത്തിന്റെ അവസാനം, പുറപ്പാട് പുസ്തകത്തിന്റെ ആരംഭം 400 സംവത്സരമാണ് ഏതാണ്ട്. ആ 400 സംവത്സരം കൊണ്ട് ദൈവത്തിന്റെ പദ്ധതി ഇസ്രായേൽ ജനത്തിന്റെ മേൽ എങ്ങനെയാണ് വന്നത് എന്ന് വിശദീകരിക്കപ്പെടുന്നില്ല എങ്കിലും ചുരുക്കം ചില വാചകങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഉൽപ്പത്തി പുസ്തകത്തിൽ 15-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിന് വലിയ ഒരു വാഗ്ദത്തം കൊടുക്കുന്നുണ്ട്. ആ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിന്റെ 13 മുതൽ 16 വരെയുള്ളതായ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്
3 തരത്തിലുള്ളതായ വാഗ്ദത്തങ്ങൾ അബ്രഹാമിന് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്, and he said unto Abraham, no of a surety that thy seed shall be a stranger in the land that is not theirs, and shall serve them, and they shall be afflict them 400 years. 400 സംവത്സരം സ്വന്തമല്ലാത്തതായ ദേശത്ത് നിങ്ങൾ അടിമകളായി പാർക്കുമെന്ന് യഹോവയായ ദൈവം അബ്രഹാമിന് കൊടുക്കുകയാണ്, അബ്രഹാമിനോട് പറയുകയാണ്. 14-ാമത്തെ വാക്യത്തിൽ വരുമ്പോ അവിടെ നിന്ന് ഞാൻ നിങ്ങളെ മടക്കി വരുത്തും, ഞാൻ നിങ്ങളെ മടക്കി വരുത്തുമെന്ന് അബ്രഹാമിനോട് യഹോവയായ ദൈവം പറഞ്ഞു. മാത്രമല്ല, മടക്കി വരുത്തുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ ഒരു വലിയ രാജ്യമാക്കി തീർക്കുമെന്ന് അബ്രഹാമിനോട് യഹോവയായ ദൈവം പറയുവാനിടയായി. ഈ 15-ാം അധ്യായത്തിലെ വാഗ്ദത്തങ്ങൾ പുറപ്പാട് പുസ്തകത്തിന്റെ ആദ്യ ഭാഗങ്ങൾ നിറവേറ്റപ്പെടുന്നില്ല. 15 മുതൽ 50 വരെയുള്ളതായ അധ്യായങ്ങൾ, ബാക്കിയുള്ളതായ ഏതാണ്ട് 35 അധ്യായങ്ങളിൽ ഈ വാഗ്ദത്ത വിഷയങ്ങളുടെ വിശദീകരണം നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ അതിന്റെ പ്രായോഗികതയോ അതിന്റെ ഫുൾഫിൽമെന്റോ we cannot observe the remaining part of book of Genesis. പിന്നെ ആ വാഗ്ദത്തങ്ങളുടെ ഒരു അതിന്റെ നിവർത്തീകരണത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഫുൾഫിൽമെന്റിലേക്ക് വരുന്നത് പുറപ്പാട് പുസ്തകത്തിലേക്കാണ്. പക്ഷേ ആ ഫുൾഫിൽമെന്റിലേക്ക് വരുന്നതിന് മുമ്പ് അത് ഈസി ആയിരുന്നില്ല. ആ വാഗ്ദത്തം അവർ പ്രാപിക്കുന്നതിന്, അല്ലെങ്കിൽ അബ്രഹാമിനോട് ചെയ്തതായ ആ വാഗ്ദത്തത്തിന്റെ ആ ഇനിഷ്യൽ സ്റ്റേജ്, ഞാൻ നിങ്ങളെ ഒരു രാഷ്ട്രമാക്കി മാറ്റും എന്നുള്ളതായ ആ വാഗ്ദത്ത നിവർത്തീകരണം എന്തായിരുന്നില്ല, ഒരു എളുപ്പമായ ഒരു ഈസി വേ ആയിരുന്നില്ല, അല്ലെങ്കിൽ ഒരു എളുപ്പമാർഗമായിരുന്നില്ല. ആ വാഗ്ദത്തം പ്രാപിക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ മക്കൾ വളരെ വലിയ കഷ്ടതയിൽ കൂടെ കടന്നു പോകുവാനിടയായി. ഇസ്രായേലിന്റെ ടൈം ഓഫ് ഹാർഡ്ഷിപ്പ്, വലിയ കഷ്ടതയിൽ അവർ കടന്നു പോകുവാനായിട്ടിടയായിട്ട് തീർന്നു. എന്താണ് അവരുടെ കഷ്ടത എന്നുള്ള കാര്യം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 3 തരത്തിലുള്ളതായ വാഗ്ദത്തങ്ങൾ കൊടുത്തു, അബ്രഹാമിനോട് പറഞ്ഞു എന്ന് നമ്മൾ പറഞ്ഞു. യു വിൽ ബി അഫ്ലിക്റ്റഡ് ഇൻ എ ഫോറിൻ ലാൻഡ്, ഐ വിൽ മേക്ക് യു ഇൻ ടു എ ഗ്രേറ്റ് നേഷൻ, ഐ വിൽ ബ്രിങ് യു ബാക്ക് ടു ദി സെയിം പ്ലേസ് കനാൻ. നിങ്ങളെ ഞാൻ എന്ത് ചെയ്യും? കനാനിലേക്ക് മടക്കി വരുത്തും. പക്ഷേ ആ വാഗ്ദത്ത നിവർത്തീകരണം, ആ 400 സംവത്സരം എന്ന് പറയുന്ന വാഗ്ദത്ത നിവർത്തീകരണത്തിന്റെ ഒടുവിലേക്ക് എത്തുമ്പോ നാം പുറപ്പാട് പുസ്തകത്തിന്റെ ആദ്യത്തെ ഭാഗങ്ങളിൽ വായിക്കുന്നു. എന്തെന്നറിയാമോ? ആ വാഗ്ദത്തങ്ങൾ അവരിലേക്ക് വരുമ്പോ അവർ കഷ്ടതയുടെ തീച്ചൂളയിലേക്ക് എത്തിച്ചേരുവാനായിട്ടിടയായി തീരുകയാണ്. ഒരു കഷ്ടതയുടെ വലിയൊരു അനുഭവത്തിലേക്ക് അവർ കയറുകയാണ്. കാരണം, കഷ്ടതയിലേക്ക് അവർ പ്രവേശിക്കുവാൻ കാരണം, മിസ്രൈമിലേക്ക് അവർ വരുമ്പോ അവരുടെ ആശ വളരെ വലുതായിരുന്നു. കാരണം യോസഫ് അവിടുത്തെ മന്ത്രിയാണ്, ഫറവോൻ ഏറ്റവും വേണ്ടപ്പെട്ടവനാണ്. ഫറവോനോട് എന്ത് ചോദിച്ചാലും മിസ്രൈമിൽ തങ്ങൾക്ക് നിഷേധിക്കപ്പെടുകയില്ല. സകലവിധമായ മിസ്രൈമിന്റെ, ഈജിപ്തിന്റെ ഓൾ ബ്ലെസ്സിങ്സ് വിൽ ബി ഗിവൺ എന്നുള്ള നിലയിലാണ് ഇസ്രായേൽ മക്കൾ ഇസ്രായേലിലേക്ക് കടന്നു വന്നത്. പക്ഷേ നാളുകൾ കുറച്ച് കഴിഞ്ഞപ്പോ, ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോ അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വന്നു. സ്ഥിതിക്ക് വ്യത്യാസം വരാൻ കാരണം എന്താ? അബ്രഹാമിന്റെ കൊടുത്ത ശാപം എന്ന് പറയുന്ന വിഷയമല്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിനെ ദൈവം ശപിച്ചില്ല, അബ്രഹാമിന്റെ തലമുറകളെയും ദൈവം ശപിച്ചില്ല. അപ്പൊ ശാപത്തിന്റെ ഫലമല്ല, അവരുടെ കഷ്ടത്തിലാകുവാനുള്ളതായ കാരണം പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സെന്റൻസ് ഉണ്ട്. അനന്തരം യോസഫിനെ അറിയാത്തതായ ഒരു രാജാവ് എവിടെ വന്നു? മിസ്രൈമിൽ വന്നു. ദൈവജനത്തെ മനസ്സിലാക്കാത്ത, ദൈവത്തെ അറിയാത്ത, ദൈവപ്രവൃത്തി ഗ്രഹിക്കുവാൻ കഴിയാത്ത, ലോകപ്രകാരം ജ്ഞാനികളെന്ന് നടിക്കുകയും ആത്മീകമായി അന്ധതയിലും മൂഢത്വത്തിലുമായിരിക്കുന്നതായ ഒരു ജനം
പ്രൈസ് ദി ലോർഡ്, രാജാവ് അവിടെ എഴുന്നേൽക്കുവാൻ ഇടയായിട്ട് തീർന്നു. അതാണ് that was the basic reason for which the Israel is under affliction. ഇസ്രയേലിന്റെ കഷ്ടതയ്ക്ക് ബേസിക് റീസൺ എന്ന് പറയുന്നതാണ്. ദൈവത്തെ അറിയാത്തതായ ഒരു രാജാവ് മിസ്രയീമിൽ ഭരിക്കുവാൻ വന്നു എന്ന് നമ്മൾ വായിക്കുന്നത്. നമുക്കവിടെ മനസ്സിലാക്കുവാൻ, ആ ഭാഗത്ത് മനസ്സിലാക്കേണ്ടതായ ഒരു വിലപ്പെട്ട വാഗ്ദത്വമുണ്ട്. എന്താണ്? അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാഗ്ദത്ത വിഷയങ്ങളോട് അടുക്കുന്തോറും ആ കൈപ്പിടിയിൽ ഒതുങ്ങുവാൻ, വാഗ്ദത്ത വിഷയങ്ങൾ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുവാനായിട്ടുള്ളതായ സമയം അടുത്തു വരുമ്പോ അതിനോട് ചേർന്ന കഷ്ടതയും വർദ്ധിക്കും. അത് വളരെ ദൈവിക പദ്ധതിയിൽ പെടുന്നതായ കാര്യമാണ്. അതുകൊണ്ട് കഷ്ടതയുടെ തീവ്രത നമ്മുടെ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ വർദ്ധിക്കുമ്പോ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. തകർന്നു പോകുവാനല്ല ദൈവം നമ്മുടെ ജീവിതത്തിൽ കഷ്ടത അനുവദിക്കുന്നത്. ഇസ്രയേൽ മക്കളുടെ ജീവിതത്തിൽ ദൈവം കഷ്ടത അനുവദിക്കാൻ കാരണം എന്താ? നിങ്ങൾക്ക് ഇവിടെ നിന്ന് പുറപ്പെടുവാൻ സമയമായി. അടിമത്വത്തിൽ നിന്ന് ഒരു വിടുതൽ നിങ്ങൾക്ക് ലഭിപ്പാൻ സമയമായി. ഊഴിയവേലയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മോചനം ലഭിപ്പാൻ ഇടയായി. അതുകൊണ്ട് ആ സമയം അടുത്തു വരികയാണ് എന്നവരെ ബോധ്യപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ കാലാകാലങ്ങളിലായി ദൈവസന്നിധാനത്തിൽ നാം പ്രാർത്ഥിക്കുന്നതായ വിഷയങ്ങൾ, നാം നമ്മുടെ വാഗ്ദത്ത വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഇതുവരെ നേരിടുവാൻ കഴിയാത്തതായ മാനസികമോ ശാരീരികമോ ഭൗതികമോ ഒക്കെയുള്ളതായ പ്രതിസന്ധികൾ ഉണ്ടല്ലോ. ആ പ്രതിസന്ധികളുടെ അളവ് വർദ്ധിക്കുമ്പോ നാം നിരാശപ്പെട്ടു പോകുവാനല്ല, നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രത്യാശ വരണം. എന്റെ വാഗ്ദത്തങ്ങൾ ലഭിപ്പാൻ സമയമായി. അതുകൊണ്ട് അതിനെതിരെ ശത്രുവിന്റെ പോരാട്ടം വരികയാണ്. ആ കഷ്ടത ദൈവം അനുവദിച്ചിട്ട് വരികയാണ്. കഷ്ടതയിൽ കൂടെ നമുക്ക് ലഭിക്കേണ്ടതായ വാഗ്ദത്ത നിവർത്തീകരണമുണ്ട് എന്ന വചനസത്യം മനസ്സിലാക്കി കഷ്ടതയിൽ നിലനിൽക്കണമെന്നുള്ളത് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണല്ലോ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ പൗലോസ് പറയുന്നത്, ഇങ്ങനെ അനേക കഷ്ടങ്ങളിൽ കൂടെ നാം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാകുന്നു. ആ സുഖത്തിന്റെ പാരമ്യത്തിൽ ഇരുന്നു കൊണ്ടല്ല പൗലോസ് അത് പറയുന്നത്. സകലതും അനുകൂലമായിരിക്കുമ്പോഴല്ല പൗലോസ് അത് പറയുന്നത്. പൗലോസ് അത് പറയുന്ന സാഹചര്യം തന്നെ യഹൂദന്മാർ വലിച്ചിഴച്ച് അവനെ ഉപദ്രവിച്ച് മരിക്കത്തക്ക വിധത്തിലുള്ളതായ പീഡനമേൽപ്പിച്ച് ഉപേക്ഷിച്ചിട്ട് പോകുമ്പോ, മരിച്ചു എന്ന് പറഞ്ഞ് പൗലോസിനെ വിട്ടേച്ച് പോകുമ്പോ പൗലോസ് അവിടുന്ന് എഴുന്നേറ്റ് മൈലുകൾ നടന്ന് തന്റെ സ്വന്തം ജനത്തിന്റെ അടുക്കലേക്ക്, തന്റെ ദൈവസഭയിലേക്ക് ചെന്നിട്ട് അവരെ പ്രബോധിപ്പിക്കുകയാണ്, അവരെ ഉറപ്പിക്കുകയാണ്. ഇങ്ങനെ അനേക കഷ്ടങ്ങളിൽ കൂടെ നാം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാകുന്നു. അപ്പോ കഷ്ടത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതായ വിഷയം മനസ്സിലാക്കുവാനാണ് ഞാൻ അത്രയും പറഞ്ഞത്. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോ അത് ആദ്യത്തെ ഭാഗം 1 മുതൽ 5 വരെയുള്ളതായ ഭാഗങ്ങളിൽ മിസ്രയീമിൽ വന്നതായ യാക്കോബിന്റെ കുടുംബത്തിന്റെ വിവരണം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ നമ്മൾ വായിക്കുന്നതായ ഭാഗം ഇങ്ങനെയാണ്: യാക്കോബിനോടുകൂടെ താന്താന്റെ കുടുംബസഹിതം ഇസ്രയേലിൽ വന്ന ഇസ്രയേൽ മക്കളുടെ പേരുകൾ എന്ന് പറഞ്ഞിട്ട് കുറെ അധികം പേരുകൾ അവിടെ കൊടുക്കുകയാണ്. എന്നിട്ട് ഒടുവിൽ അത് രേഖപ്പെടുത്തുന്നു 5-ാമത്തെ വാക്യത്തിൽ, യാക്കോബിന്റെ കടിപ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ച ദേഹികൾ എല്ലാം കൂടെ 70 പേരായിരുന്നു. ആൻഡ് ഓൾ ദ സോൾസ് ദാറ്റ് കെയിം ഔട്ട് ഓഫ് ദി ലോയിൻസ് ഓഫ് ജേക്കബ് വേർ 70 സോൾസ്, ഫോർ ജോസഫ് വാസ് ഇൻ ഈജിപ്റ്റ് ഓൾറെഡി. അപ്പൊ 70 പേരാണ് ഇസ്രായേൽ കനാനിൽ നിന്ന് ഫറവോന്റെ ക്ഷണപ്രകാരം എവിടേക്ക് വന്നത്? മിസ്രൈമിലേക്ക് വന്നത്. യോസഫ് ആൾറെഡി ഉണ്ട്. അപ്പൊ എത്രയായി? 71. യോസഫിന് 2 മക്കൾ ജനിക്കുവാനായിട്ടിടയായി. അപ്പൊ എത്രയായി? 73. യോസഫിന്റെ മക്കളെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 73 പേരാണ് ഇസ്രായേൽ ആ
ഇസ്രയേൽ മക്കൾ എന്നുള്ളതായ നിലയിൽ ആദ്യ സമയത്ത് ഇസ്രയേലിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ആ ജനത്തിന്റെ ഒരു വിവരണമാണ് നമുക്ക് 1 മുതൽ 5 വരെയുള്ളതായ വാക്യങ്ങൾ കാണുവാൻ കഴിയുന്നത്. 6 മുതൽ 14 വരെയുള്ളതായ വാക്യങ്ങളിലേക്ക് വരുമ്പോ ദൈവത്തിന്റെ നിശബ്ദമായ ഒരു പ്രവൃത്തി നമുക്ക് അവിടെ ദർശിപ്പാനായിട്ട് കഴിയും. എന്താണെന്നറിയാമോ? 7-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ഇസ്രയേൽ മക്കൾ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ചു പെരുകി ബലപ്പെട്ടു, ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. ആൻഡ് ദ ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ വെർ ഫ്രൂട്ട്ഫുൾ ആൻഡ് ഇൻക്രീസ്ഡ് abundantly and multiplied and waxed exceeding mighty and the land was filled with them. അവൻ ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. നോക്കൂ, കുറച്ച് സമയം കൊണ്ട്, വളരെ കുറച്ച് സമയം കൊണ്ട് അവരുടെ എണ്ണസംഖ്യ വർദ്ധിക്കുകയാണ്. അവിടെ ദൈവം ഇറങ്ങി പ്രവർത്തിച്ചെന്നോ ദൈവത്തിന്റെ അനുതര സാധാരണമായ വീര്യപ്രവൃത്തികളോ പ്രവാചകന്മാരുടെ ഇടപെടലുകളോ ദൂതന്മാരുടെ വിസിറ്റിംഗ് ഒന്നും നമുക്കവിടെ കാണുവാൻ കഴിയുന്നില്ല. പുറമേ നിന്ന് നോക്കിയാൽ ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അല്ലെങ്കിൽ ദൈവം തന്റെ ജനത്തെ ഉപേക്ഷിച്ചതുപോലെ ദൈവം ജനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് തോന്നും. പക്ഷേ അവരറിയാതെ അവരുടെ ഇടയിൽ ദൈവപ്രവൃത്തി വളരെ ഭംഗിയായി, അല്ലെങ്കിൽ അവർക്ക് പോലും ഗ്രഹിക്കുവാൻ കഴിയാത്ത രീതിയിൽ ദൈവപ്രവൃത്തി അവരുടെ ഇടയിൽ വെളിപ്പെട്ടു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ പറയുമ്പോ നമ്മളുള്ളതായ ബന്ധത്തിൽ നാം വിഷയങ്ങൾ വിശകലനം ചെയ്യണം. നമ്മുടെ വർത്തമാനകാലത്ത് നമ്മുടെ അനുഭവങ്ങളുമായി നാം നമ്മുടെ ജീവിതത്തെ ഒന്ന് താരതമ്യം ചെയ്തിട്ട് ദൈവസന്നിധിയിൽ ഉറയ്ക്കണം. വചനം മനസ്സിലാക്കുന്നതോടൊപ്പം നമ്മുടെ ജീവിതവും അതിനോട് ചേർന്ന് മനസ്സിലാക്കി പോകുവാനാണ് നമ്മൾ ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോ നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷത്തിൽ ഒരുപക്ഷെ ദൈവം നമ്മോട് സംസാരിച്ചില്ല എന്ന് വരാം. പ്രത്യക്ഷത്തിൽ ദൈവം നമുക്ക് എടുത്തു പറയത്തക്കതായ ധനസമൃദ്ധി ഒന്നും തന്നില്ല എന്ന് വരാം. എടുത്തു പറയത്തക്കതായിട്ടുള്ള കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ നമ്മുടെ ജീവിതത്തിൽ കണ്ടില്ല എന്ന് വരാം. എന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നില്ല എന്നൊരിക്കലും പറയരുത്. ഹല്ലേലൂയ. നിശബ്ദമായ സാഹചര്യത്തിലും നാം പ്രതീക്ഷിക്കാത്തതായ വിധത്തിലും ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് വർത്തമാനകാലത്തിൽ നാം നിലനിന്നു പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഓരോ ദിവസവും വിജയകരമായി നാം തരണം ചെയ്യുമ്പോൾ, ഓരോ ദിവസവും കിടക്കുവാനായിട്ട് പോകുമ്പോ, കർത്താവേ ഇന്നെന്നെ പരിപാലിച്ച ദൈവത്തിന് നന്ദി എന്ന് പറയുവാൻ നമ്മുടെ ഹൃദയത്തിൽ ഒരു വലിയ വെമ്പൽ കൊള്ളുമാറാകണം. ഇന്ന് ഞാൻ അറിയാതെ എന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചതായ സകല പ്രവൃത്തികൾക്കും നന്ദി കർത്താവേ എന്ന് പറയുവാനുള്ളതായ ദൈവവുമായിട്ടുള്ളതായ ആ നിരന്തര ബന്ധം നമുക്കുണ്ടായിരിക്കണം. നിശബ്ദമായ കാലയളവിലും ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവത്തിന്റെ കരം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. 3-ാമത്തെ ഭാഗത്തേക്ക് വരുമ്പോ 15 മുതൽ 21 വരെയുള്ളതായ വാക്യങ്ങളിലേക്ക് വരുമ്പോ ഈ വർദ്ധിച്ച് പെരുകി ദൈവത്തിന്റെ ആ വാഗ്ദത്ത നിവർത്തീകരണത്തിലേക്ക് ജനം കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിന്നെ ഒരു രാഷ്ട്രമാക്കി മാറ്റും, ഐ വിൽ മേക്ക് യു എ നേഷൻ എന്ന് അബ്രഹാമിനോട് പറഞ്ഞതായ ആ വാഗ്ദത്തം ഇതായ പൂർത്തീകരണത്തിലേക്ക് വരികയാണ്. ആ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ലാസ്റ്റിൽ കലാശക്കൊട്ടം നമ്മൾ പറയാറില്ലേ, ആ കലാശക്കൊട്ടിലേക്ക് വരുമ്പോ പിശാച് മിണ്ടാതിരിക്കുന്നില്ല. മിസ്രൈമ്യർ അല്ലെങ്കിൽ ഫറവോൻ മിണ്ടാതിരിക്കുന്നില്ല. ഫറവോൻ അവന്റെ പദ്ധതിക്ക് വ്യത്യാസം വരുത്തുകയാണ്. അവൻ തന്ത്രം മെനയുകയാണ്. അവൻ ആലോചന കൊണ്ടുവരികയാണ്. പ്രൈസ് ദി ലോർഡ്. അവനതിന്റെ കാര്യങ്ങൾ ആ ജനത്തിന്റെ വാഗ്ദത്ത വിഷയങ്ങൾ, അല്ലെങ്കിൽ ജനം ആ വാഗ്ദത്ത നിവർത്തീകരണത്തിലേക്ക് എത്താതിരിക്കത്തക്കവണ്ണം ഫറവോൻ എന്തെല്ലാം ചെയ്യുവാൻ കഴിയുമോ അതെല്ലാം ചെയ്യുവാൻ അവൻ തന്ത്രം മെനഞ്ഞു കൊണ്ടുവരികയാണ്. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങൾ ജനിച്ചെങ്കിലല്ലേ എന്ത് ചെയ്യത്തുള്ളൂ? വംശവർധനം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ജനിക്കരുത് എന്നുള്ളതായ ഒരു തന്ത്രം ഫറവോൻ മെനയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഫറവോൻ എന്താ ചെയ്തത്? ഫറവോൻ ചെയ്തതായ കാര്യം
പ്രൈസ് ദി ലോർഡ്. മിസ്രൈം രാജാവായ ഫറവോൻ ചെയ്തത് ശിപ്ര എന്നും പൂവ എന്നും പേരുള്ളതായ എബ്രായ മിഡ്വൈഫ്സിനോട് അല്ലെങ്കിൽ എബ്രായ സൂതി കർമ്മിണികളോട് എബ്രായ സ്ത്രീകളുടെ അടുക്കൽ നിങ്ങൾ സൂതികർമ്മത്തിന് ചെന്ന് പ്രസവശയ്യയിൽ അവരെ കാണുമ്പോൾ കുട്ടിയാണാകുന്നുവെങ്കിൽ അതിനെ കൊന്നുകളയണം, നിഷ്കരുണം കൊന്നുകളയണം. പെണ്ണാണെങ്കിൽ ജീവനോടെ ഇരിക്കട്ടെ, ആണാണെങ്കിൽ നിഷ്കരണം കൊല്ലണം. കാരണം ഒരു വംശവർദ്ധന ഉണ്ടാകരുത്. പ്രൈസ് ദി ലോർഡ്. ജനം വർദ്ധിക്കരുത്, ജനിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ജനനത്തെ തടയുന്ന പൈശാചിക മണ്ഡലം ദൈവസഭ വർദ്ധിക്കാതിരിക്കേണ്ടതിന്, ദൈവജനം അനുഗ്രഹിക്കപ്പെടാതിരിക്കേണ്ടതിന്, ദൈവജനം അതിന്റെ വാഗ്ദത്ത നിവർത്തീകരണത്തിലേക്ക് എത്താതിരിക്കേണ്ടതിന് ശത്രു മെനയുന്നത് എന്താണെന്നറിയാമോ? ജീവന്റെ അനുഭവത്തെ എടുത്തു കളയുക എന്നുള്ളതാണ്. ജീവന്റെ അനുഭവം, പ്രൈസ് ദി ലോർഡ്, ആത്മാവിന്റെ അനുഭവം, വചനത്തിന്റെ അനുഭവം, ദൈവവുമായിട്ടുള്ളതായ ബന്ധം ഇല്ലാതെയാക്കുക, ദൈവിക വിശുദ്ധി ദൈവജനത്തിൽ നിന്നില്ലാതെയാക്കുക. ഇതൊക്കെയാണ് പുതിയ നിയമത്തിൽ ജീവനെ കെടുത്തിക്കളയുന്നതായ അനുഭവം. ഫറവോൻ ചെയ്തത് ജീവൻ ഇനി നിലനിൽക്കുവാൻ ഇടയാകാത്ത വിധത്തിൽ, അല്ലെങ്കിൽ ജീവൻ ഇനി പുതിയൊരു ജീവൻ ഉണ്ടാകാത്ത വിധത്തിൽ ഉണ്ടാകുന്നതായ അടുത്ത തലമുറ ഉണ്ടാകരുത്, അടുത്ത തലമുറ ഉണ്ടാകരുതെന്ന് പറഞ്ഞ് ഉണ്ടാകുന്ന ആൺകുഞ്ഞുങ്ങളെ നിഷ്കരുണം കൊന്നുകളയുവാൻ കൽപ്പനയിടുകയാണ്. എന്നാൽ ദൈവം അവിടെ ഇസ്രായേൽ മക്കളോട് ഒരു കരുണ കാണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കടന്നു വരുന്നതായ ആ മിഡ്വൈഫ്സിനോട് 17ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, but the midwives feared God and did not as the king of Egypt commanded them, but saved the men children alive. Praise the Lord. ആൺകുഞ്ഞുങ്ങളെ ജീവനോട് വെക്കത്തക്ക വിധത്തിൽ ആ എബ്രായ സൂതികർമ്മിണികളോട് ദൈവം ഇടപെട്ടു. അവർ ദൈവത്തെ ഭയപ്പെട്ടു. മിസ്രൈമി രാജാവിനെ ഭയപ്പെടുന്നതിനേക്കാൾ വലുതായി ദൈവ ഭയം അവരുടെ മേൽ കടന്നു വരുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ദൈവം പ്രവർത്തിക്കേണ്ടിടത്ത് ദൈവം പ്രവർത്തിക്കേണ്ടതിന് നാം എന്ത് ചെയ്യണം? ദൈവത്തിന് അവസരം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. സൂതികർമ്മിണികൾ വരുമ്പോ അവരെ വീട്ടിലേക്ക് കയറ്റാതിരിക്കാൻ വേണ്ടി വാതിലടച്ചു കളയുകയോ ഗേറ്റ് പൂട്ടുകയോ, പ്രൈസ് ദി ലോർഡ്, അവരെ അകത്തേക്ക് കടത്തിവിടാതിരിക്കത്തക്കവണ്ണം എന്തെങ്കിലും പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയോ അല്ല ഇസ്രായേൽ മക്കൾ ചെയ്തത്. അവരൊന്നും ചെയ്തില്ല. അവര് ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ദൈവം അവരുടെ മേൽ, ആ കടന്നു വരുന്നതായ മിഡ്വൈഫ്സിന്റെ മേൽ ദൈവ ഭയമിടുവാനിടയായി. ദൈവ ഭയം അവരുടെ മേൽ കടന്നു വന്നു കഴിഞ്ഞപ്പോ അവര് ഫറവോനോട് പറഞ്ഞു, അവര് തന്നെ പോകാൻ വഴി കണ്ടെത്തി. അവര് പറഞ്ഞു, നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോ, അഥവാ പ്രസവ സമയത്ത് ഞങ്ങൾ അവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ അവരുടെ സുഖപ്രസവം കഴിഞ്ഞിരിക്കുന്നു. പ്രൈസ്. അത്രത്തോളം തിറവുള്ളവരാണെന്ന് പറഞ്ഞാൽ അത്രത്തോളം ആരോഗ്യമുള്ളവരാണ് ഇസ്രായേലിയ സ്ത്രീകൾ. ഈ ആരോഗ്യം എവിടുന്ന് വന്നു? സൂതികർമ്മിണികൾ അവരുടെ ഭവനത്തിലെത്തുന്നതിന് മുമ്പ് പ്രസവം നടക്കത്തക്ക രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിച്ചത് ആരാണ്? ഭവനത്തിലുള്ളവരാണോ? പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ അവിടെയുള്ളതായ വൈദ്യഗണമാണോ? അല്ല. അവിടെ ഇടയിൽ പ്രവർത്തിച്ചത് ദൈവത്തിന്റെ കരം പ്രവർത്തിക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ പറയാം, പ്രതിസന്ധികൾ ഏറി വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ഏറി വരുമ്പോൾ, ഹല്ലേലൂയ, നാം അറിയാതെ നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടു വരുന്നൊരു ദൈവ പ്രവൃത്തിയുണ്ട്, ദൈവ കരമുണ്ട്. ആ കരം വെളിപ്പെടേണ്ടതിനു വേണ്ടി കുടുംബങ്ങളായി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കുവാനിടയായിട്ട് തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. ജീവിതങ്ങളെ ഞെരുക്കുന്ന, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ദൈവസഭയെ വർദ്ധനയ്ക്ക് വിരോധമായി നിൽക്കുന്ന ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ ദൈവവചനത്തിന്റെ ശക്തിയാൽ ശാസിക്കപ്പെടട്ടെ. ആമേൻ. നമുക്ക് ദൈവത്തിന്റെ ആ വലിയ പ്രവൃത്തി ദൈവസഭയിൽ വെളിപ്പെട്ടു വരുവാൻ ഇടയായിട്ട് തീരുമാറാകണം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇനി നമുക്ക് 22ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ ആദ്യത്തെ തന്ത്രം എന്ത് ചെയ്തു? ദൈവം ഇടപെട്ട് ആദ്യത്തെ തന്ത്രം, പ്രൈസ് ദി ലോർഡ്, തോൽവിയിലേക്ക് കൊണ്ടുവന്നു. അതുകൊണ്ട് ഫറവോൻ മിണ്ടാതിരുന്നു.
ഫറവോൻ അതുകൊണ്ട് മിണ്ടാതിരുന്നില്ല. ഫറവോൻ എന്ത് ചെയ്തു? പ്രൈസ് ദി ലോർഡ്. ജനനത്തെ തടഞ്ഞതായ ആ തന്ത്രം പാളിപ്പോയി എന്ന് കണ്ടു കഴിഞ്ഞപ്പോ ജനിച്ചതിനെ വളരാൻ അനുവദിക്കാതെ അതിനെ കൊന്നുകളയുവാൻ കൽപ്പനയിടുകയാണ്. 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. 1-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം. പിന്നെ ഫറവോൻ തന്റെ സകല ജനത്തോടും ജനിക്കുന്ന ഏത് ആൺകുട്ടിയെയും നദിയിൽ ഇട്ടുകളയണമെന്നും ഏത് പെൺകുട്ടിയെയും ജീവനോടെ രക്ഷിക്കണമെന്നും കൽപ്പിച്ചു. And Pharaoh charged all his people, saying, every son that is born you shall cast it into the river, and every daughter you shall save alive. Praise the Lord. അടുത്ത പദ്ധതി വരികയാണ്. എന്താണ് അടുത്ത പദ്ധതി? Praise the Lord. ഇനി അടുത്തത് ജീവനുള്ളതായ ഒരു ആണിനെയും ശേഷിപ്പിക്കരുത്. ജനിച്ചു, ജനനം തടയുവാനായിട്ട് ഫറവോൻ ശ്രമിച്ചു. പക്ഷേ അതിനെ ദൈവം അതിനെ തോൽപ്പിക്കുവാനായിട്ടിടയായി. പ്രൈസ് ദി ലോർഡ്. അടുത്തത് ഫറവോൻ കൊണ്ടുവരികയാണ് ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ എല്ലാം കൊന്നുകളയണമെന്നുള്ളതായ ആ കൽപ്പന കൊണ്ടുവരുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ആ കൽപ്പനയോടുകൂടിയാണ് 1-ാം അധ്യായം അവസാനിക്കുന്നത്. അപ്പൊ പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലെ ഇത് നമ്മൾ മനസ്സിലാക്കി. 1-ാം അധ്യായത്തിൽ വീണ്ടെടുപ്പ് നടക്കാതിരിക്കത്തക്ക വിധത്തിൽ പിശാച് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ മിസ്രൈമ്യ ശക്തി കൊണ്ടുവരുന്നതായ ദൈവജനത്തിനെതിരെ കൊണ്ടുവരുന്നതായ തന്ത്രങ്ങൾ, പ്രൈസ് ദി ലോർഡ്, ഒന്നിനു പുറകെ ഒന്നായി ദൈവം അതിനെ ശാസിച്ച് അതിന് ജയം കൊടുക്കുന്നതായ അനുഭവമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോ മോശ ഇസ്രയേലിന്റെ രക്ഷകനായി മാറുന്നതായ സംഭവമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവത്താൽ അയക്കപ്പെടുന്ന അല്ലെങ്കിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്ന, ദൈവത്താൽ നിയമിക്കപ്പെടുന്നതായ ഒരു കുടുംബം, ആ കുടുംബത്തിൽ നിന്ന് ഒരു രക്ഷകൻ ഇസ്രയേൽ ജനത്തിന് ആകമാനമായി ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിശാച് ആദ്യം പ്രവർത്തിക്കുവാനുള്ളതായ സാഹചര്യം ദൈവം അനുമതി കൊടുക്കും. God will permit Satan to act initially. Praise the Lord. പ്രയോറിറ്റി പിശാചിന് കൊടുക്കും. നീ പ്രവർത്തിക്ക്, നിന്റെ പ്രവൃത്തി എവിടം വരെ ചെല്ലുമെന്നുള്ള കാര്യം മനസ്സിലാക്കി നിനക്ക് ദൈവജനത്തെ ജയിക്കുവാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം നീ തന്നെ മനസ്സിലാക്ക് എന്നുള്ളതായ നിലയിൽ പിശാചിന് അവസരം കൊടുക്കും ദൈവം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവജനത്തിന്റെ ജീവിതത്തിൽ ഭൗതികമാകട്ടെ, ശാരീരികമാകട്ടെ, മാനസികമാകട്ടെ, ഏത് തുറയിലുമാകട്ടെ, ദൈവജനത്തിനെതിരെ പിശാച് കൊണ്ടുവരുമ്പോ അവന്റെ പ്രവൃത്തിയോട് യാതൊരു കാരണവശാലും ഈൽഡ് ചെയ്യുകയോ ഒരു കോംപ്രമൈസിംഗിലേക്ക് പോകുവാനിടയായി തീരുകയോ ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതായ കാര്യം, മോശയുടെ ജനനമാണ് 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ളതായ വാക്യങ്ങൾ കാണുന്നത്. മോശയെ സംബന്ധിച്ച് വലിയ ഒരു പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ പ്രവൃത്തി തന്റെ കുടുംബത്തിൽ വെളിപ്പെടുന്നതായ കാര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു അത്ഭുതകരമായ ജനനത്തോടുള്ളതായ ബന്ധത്തിലാണ് മോശയുടെ ചരിത്രം ആരംഭിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. മോശ ജനിച്ചു കഴിഞ്ഞപ്പോ അമ്മയപ്പന്മാർ മോശയെ നോക്കിയപ്പോ അവര് കണ്ടതെന്നറിയാമോ? They could find Moses is a proper child. ഒരു പ്രോപ്പർ ചൈൽഡ് ആണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. അതെങ്ങനാ പ്രോപ്പർ ചൈൽഡ് ആണെന്ന് മനസ്സിലാക്കിയത്? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ഇമേജ് അല്ലെങ്കിൽ ദൈവപ്രവൃത്തി ദർശിക്കത്തക്ക രീതിയിൽ അമ്മയപ്പന്മാർ യോഖേബേദും അമ്രാമും കാഴ്ചപ്പാട് പ്രാപിച്ചവരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ മോശയുടെ ജനനത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വാക്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ജനനത്തിങ്കൽ മോശ ദിവ്യ സുന്ദരനെന്ന് അമ്മയപ്പന്മാർക്ക് ബോധ്യമായി. ഈ സൗന്ദര്യം എവിടുന്ന വന്നത്? ഈ സൗന്ദര്യം ദിവ്യ സൗന്ദര്യമാണ്, ലോകപ്രകാരമുള്ള സൗന്ദര്യമല്ല. അപ്പന്റെ സൗന്ദര്യമോ അമ്മയുടെ സൗന്ദര്യമോ അല്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെന്താ സൗന്ദര്യം?
എ ഡിവൈൻ ബ്യൂട്ടി. മോശയിൽ എന്ത് കണ്ടു? ഒരു ഡിവൈൻ ബ്യൂട്ടി കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിലെ സൗന്ദര്യം ഒരു വിഷയമേ അല്ല എന്നാണ് നമുക്ക് ആ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. നോക്കൂ, പ്രൈസ് ദി ലോർഡ്. ജനിച്ചപ്പോ ആ കുഞ്ഞിന് ഒരു ദിവ്യ സൗന്ദര്യം ഉണ്ട് എന്ന് മാതാപിതാക്കന്മാർ മനസ്സിലാക്കി. മാതാപിതാക്കന്മാർ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ വളർച്ചയിൽ കുഞ്ഞുങ്ങളെങ്കിലും മനസ്സിലാക്കണം, എനിക്കൊരു ഡിവൈൻ ബ്യൂട്ടി ദൈവം തന്നിട്ടുണ്ട് എന്ന്. അത് പുറമേയുള്ളതായ തൊലിവെളുപ്പല്ല, പുറമേയുള്ളതായ പേഴ്സണാലിറ്റി അല്ല, നമ്മുടെ മുഖത്ത് കാണുന്നതായ മറ്റുള്ളവർ നോക്കിയാൽ ദർശിക്കുന്നതായ വിധത്തിലല്ല ആ ഡിവൈൻ ബ്യൂട്ടി എന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് ദർശിപ്പാൻ കഴിയാത്ത, പ്രത്യേകിച്ച് ദൈവജനം അല്ലാത്തവർക്ക് ദർശിപ്പാൻ ഒരിക്കലും കഴിയാത്തതായ ഒരു ഡിവൈൻ ബ്യൂട്ടി. ഇറ്റ് വാസ് പ്രസന്റഡ് ഇൻ ഈച്ച് ആൻഡ് എവരി ചൈൽഡ് ഓഫ് ഗോഡ്. ദൈവ പൈതൽ, ഓരോ ദൈവ പൈതലിലും ദൈവം നൽകിയിരിക്കുന്ന ഒരു ഡിവൈൻ ബ്യൂട്ടി ഉണ്ട്. എന്നെ കേൾക്കുന്ന ചെറിയവരും വലിയവരുമായി എല്ലാവരും മനസ്സിലാക്കേണ്ടതായ കാര്യമാണിത്. പ്രൈസ് ദി ലോർഡ്. ദൈവം ആർക്കും, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, എന്ത് കൊടുത്തിട്ടില്ല? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സൗന്ദര്യ കേട് കൊടുത്തിട്ടില്ല. പക്ഷേ നമ്മുടെ കാഴ്ചപ്പാടിലുള്ളതായ സൗന്ദര്യമല്ല ദൈവത്തിന്റെ കാഴ്ചപ്പാട്. ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ ദൈവത്തിന്റെ കണ്ണുകൾക്ക് വിഷയീഭവിക്കുമ്പോ, പ്രൈസ് ദി ലോർഡ്, അവന് ദൈവത്തിന് പ്രസാദമുണ്ടാകത്തക്കതായ വിധത്തിൽ ഒരു ഡിവൈൻ ബ്യൂട്ടി എല്ലാ പ്രിയപ്പെട്ടവർക്കും കൊടുക്കും. അത് കണ്ണാടിയിൽ നോക്കിയാൽ കിട്ടണമെന്നില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റിൽ കിട്ടണമെന്നില്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റ്, അയ്യോ അവരെ കൊച്ചിനെ ആ സ്ത്രീയെ കണ്ടോ അല്ലെങ്കിൽ ആ പുരുഷനെ കണ്ടോ എന്തോ സൗന്ദര്യമാണ് എന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, മണവാളനായ ക്രിസ്തു നമ്മിൽ എന്തെങ്കിലും സൗന്ദര്യം കാണുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അത് ഡിവൈൻ ബ്യൂട്ടിയാണ്. ആ ഡിവൈൻ ബ്യൂട്ടി ആരിൽ കണ്ടു? മോശയിൽ കണ്ടു കഴിഞ്ഞപ്പോ മോശയെ 3 മാസം ഒളിപ്പിച്ചു പാർപ്പിക്കുന്നതായ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. മോശയുടെ ജനനം നമുക്ക് 1 മുതൽ 3 വരെയുള്ളതായ വാക്യങ്ങളിൽ കാണുവാനായിട്ട് കഴിയും. അവിടെ നമ്മൾ വായിക്കുന്നത് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോ, ബൈ ഫെയ്ത്ത് മോസസ് വെൻ ഹി വാസ് ബോൺ was hid 3 months of his parents because they saw he was a proper child and they were not afraid of the king's commandment. ദിവ്യ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടപ്പോ രാജാവിന്റെ കൽപ്പനയെ അവർ ഭയപ്പെട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ഭയം വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മെ ഓർത്തുള്ളതായ ഭയം, നമ്മെ ഓർത്തുള്ളതായ ഒരു ലജ്ജ, നമ്മെ ഓർത്തുള്ളതായ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, നമ്മെ ഓർത്തുള്ളതായ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ തല കുനിഞ്ഞു പോകുമോ എന്നുള്ളതായ ചിന്ത വരാൻ കാരണം എന്തെന്നറിയാമോ? ഇതാണ് അതിന്റെ കാരണം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന് 23-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, മാതാപിതാക്കന്മാർ അത് അവൻ ജനിച്ചു കഴിഞ്ഞപ്പോ അവനിൽ ഒരു ദിവ്യ സൗന്ദര്യം ഉണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്. നമ്മിലുള്ളതായ ആ ഡിവൈൻ ബ്യൂട്ടി എന്താണ്? ദൈവത്തിന് നമ്മെ കുറിച്ചുള്ളതായ ഉദ്ദേശം എന്താണ്? ദൈവത്തിന് നമ്മെ കുറിച്ച് എന്ത് ചെയ്യുവാനായിട്ട് കഴിയും? ദൈവത്തിന് ഞാൻ മൂലം എങ്ങനെയാണ് പ്രയോജനപ്പെടേണ്ടത് എന്നറിയാത്തത് കൊണ്ട് നാം പലപ്പോഴും നിരാശരായി പോകുവാനിടയുണ്ട്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും വിഷയത്തിന്റെ മുമ്പിൽ, പ്രൈസ് ദി ലോർഡ്, എനിക്ക് കഴിവില്ല, അല്ലെങ്കിൽ ഞാൻ ബലഹീനനാണ്, ഞാൻ തകർന്നവനാണ്, എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, എന്നെ എല്ലാവരും വേറെ രീതിയിലാണ് കാണുന്നത് എന്ന് വിചാരിക്കുന്നെങ്കിൽ ഇന്ന് ഈ മൊമെന്റിൽ ആ ചിന്ത വിട്ടുകളയണം. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ കുറിച്ച് വൻ കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. തുടർന്നുള്ളതായ മോശയുടെ ജീവചരിത്രം അല്ലെങ്കിൽ ലൈഫ് ഹിസ്റ്ററി നമ്മൾ നോക്കുമ്പോ എങ്ങനെയാണ് മോശയെ ദൈവം ഉപയോഗിച്ചത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ
മനസ്സിലാക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. വിലപ്പെട്ട ഒരു കാര്യം നമ്മുടെ വീണ്ടെടുപ്പിനോടുള്ളതായ ബന്ധത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നോക്കൂ, ഇസ്രയേലിയ കുടുംബമാണ് ഏത് കുടുംബം? മോശയുടെ കുടുംബം. അപ്പൻ ലേവ്യനാണ്, അമ്മയും ഇസ്രയേലിയ വനിതയാണ്. ഇസ്രയേലിയ കുടുംബത്തിൽ ജനിച്ചതാണ് ആര്? മോശ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ മോശ വളർന്നത് എവിടെയാണ്? മോശ വളർന്നത് മിസ്രയീമ്യ രാജാവിന്റെ കൊട്ടാരത്തിൽ. മിസ്രയീമ്യ രാജാവിന്റെ കൊട്ടാരത്തിലാണ് മോശ വളർന്നത്. അപ്പോ ഇസ്രയേൽ മക്കൾക്ക് ഒരു വീണ്ടെടുപ്പുകാരൻ ഉണ്ടായി. ആ വീണ്ടെടുപ്പുകാരൻ എവിടാ ഉണ്ടായത്? ഇസ്രയേലിയ കുടുംബത്തിൽ ആ വീണ്ടെടുപ്പുകാരൻ ഉണ്ടായി. പക്ഷേ ആ വീണ്ടെടുപ്പുകാരനെ വീണ്ടെടുപ്പുകാരനാക്കി വളർത്തിക്കൊണ്ടുവരുവാൻ ഒരു ജാതീയനായ രാജാവിനെയാണ് ദൈവം ഉപയോഗിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഇസ്രയേലിന്റെ നടുവിലല്ല മോശ വളർന്നത്, മിസ്രയീമ്യ കൊട്ടാരത്തിലാണ്, മിസ്രയീമ്യ രാജാവിന്റെ കൊട്ടാരത്തിലാണ്. അപ്പം മോശയാക്കി മാറ്റുവാൻ ദൈവം ഉപയോഗിച്ചത് ഒരു ജെൻഡയിൽ കിങ്ങിനെയാണ്, ഒരു ജാതീയ രാജാവിനെയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു വിലപ്പെട്ട വീണ്ടെടുപ്പിനുള്ളതായ ബന്ധത്തിൽ വളരെ മനസ്സിലാക്കേണ്ടതായ ആഴമേറിയ ഒരു ദൂത് ഞാൻ പറയാം. റോമാലേഖനത്തിന്റെ വെളിച്ചത്തിൽ പൗലോസ് പറയുന്നത്, അവർക്ക് നമ്മെ കൂടാതെ വീണ്ടെടുപ്പ് പ്രാപിപ്പാൻ കഴിയത്തില്ല. നാം ആരാണ്? നാം ജെൻഡൈൽസ് ആണ്, നാം ജാതികളാണ്. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലോ സ്വന്ത ജനമാണ്. രണ്ടുപേർക്കും വീണ്ടെടുപ്പുണ്ട്. ആ വീണ്ടെടുപ്പ് ആദ്യം ദൈവത്തിന്റെ റിഡംഷൻ ആദ്യം വരുന്നത് നമ്മുടെ മേലാണ്, ഭാഗ്യവശാൽ. കാരണം കർത്താവിന്റെ രഹസ്യവരവെങ്കിൽ നാം ആണ് ആദ്യം വീണ്ടെടുക്കപ്പെട്ട് ഈ ഭൂമിയിൽ നിന്ന് പോകുന്നത്. അതിനുശേഷം 7 വർഷം കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ ഇസ്രയേലിന്റെ വീണ്ടെടുപ്പ് നടക്കുന്നത്. അപ്പോ നമ്മുടെ വീണ്ടെടുപ്പിന് ശേഷമാണ് ഇസ്രയേലിന്റെ വീണ്ടെടുപ്പ്. നമ്മുടെ വീണ്ടെടുപ്പ് നടക്കാതെ ഇസ്രയേലിന്റെ വീണ്ടെടുപ്പ് നടക്കുകയില്ല. മനസ്സിലായോ? അപ്പോ നാമാണ് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ മുന്നമേ വിളിക്കപ്പെട്ടത്. പക്ഷേ ജാതികൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അന്യപ്പെട്ടു പോയത് കൊണ്ട് ജാതികളെ ദൈവത്തോടടുപ്പിക്കുവാനായി ദൈവം ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കി. ആ ബ്രിഡ്ജാണ് ആര്? ഇസ്രായേൽ മക്കൾ. പ്രൈസ് ദി ലോർഡ്. അപ്പോ ആദ്യത്തെ വീണ്ടെടുപ്പ് ജാതികളായ നമ്മൾക്കാണ്. അല്ലെങ്കിൽ പുതിയ നിയമസഭ എന്ന് പറയുന്നത് ജാതികളിൽ നിന്ന് വന്നതായ സഭയാണ്. പ്രൈസ് ദി ലോർഡ്. നാം ആണ് ആദ്യമായി വീണ്ടെടുപ്പ്. നമ്മെ കൂടാതെ അവർക്ക് വീണ്ടെടുപ്പിന്റെ പൂർത്തീകരണത്തിലേക്ക് വരുവാൻ കഴിയുകയില്ല. മോശ ഒരു വീണ്ടെടുപ്പുകാരനായി, ഇസ്രയേലിന്റെ വീണ്ടെടുപ്പുകാരനായി തീരേണ്ടതിന് മിസ്രയീമ്യ രാജാവിനെ ദൈവം ഉപയോഗിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ഒരു കോമൺ പ്രിൻസിപ്പിൾ ആണത്. നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വംശപാരമ്പര്യം എടുത്തു കഴിഞ്ഞാൽ, വംശപാരമ്പര്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ജാതീയ വനിതകൾ ഒരിക്കലും ദൈവത്തിന്റെ സന്നിധാനത്തിൽ വരുവാൻ അർഹതയില്ലാത്തതായ ജാതീയ വനിതകൾ കർത്താവിന്റെ അത് വംശപാരമ്പര്യത്തിൽ അനിഷേധ്യമായ ബന്ധം വഹിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഉദാഹരണത്തിന് എരിഹോവിലെ വേശ്യയായ രാഹാബ്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് വീണ്ടും നമുക്ക് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അതിനു മുമ്പ് മോവാബ്യ സ്ത്രീയായ രൂത്ത്. ഇവരൊക്കെ കർത്താവിന്റെ വംശപാരമ്പര്യത്തിൽ അനിഷേധ്യമായ ബന്ധമുള്ളവരാണ്. അവർ ജാതീയ വംശത്തിൽ നിന്ന് വന്നവരാണ്. അത് നാം മനസ്സിലാക്കണം. അപ്പോ നമ്മുടെ പ്രാധാന്യം നാം മനസ്സിലാക്കണമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം. ദൈവമക്കളായിരിക്കുന്നതായ നമ്മൾ, വി ആർ വെരി വെരി ഇമ്പോർട്ടന്റ് ഇൻ ദ സൈറ്റ് ഓഫ് അവർ ഗോഡ്. അപ്പൊ നാം എന്ത് ചെയ്യരുത്? വില കുറച്ച് കാണുവാനായിട്ട് പാടില്ല. 2-ാം അധ്യായത്തിന്റെ 4 മുതൽ 10 വരെയുള്ളതായ വാക്യങ്ങളിൽ
മോശ കൊട്ടാരത്തിൽ വളരുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. കൊട്ടാരത്തിൽ മോശ എത്തിച്ചേരുകയാണ്. എങ്ങനെ എത്തിച്ചേരുന്നത്? ആ ഫറവോന്റെ മകൾ അവൾ കുളിക്കാൻ വരുന്നതും അതുമൂലം പ്രൈസ് ദി ലോർഡ് നമ്മള് ഞാങ്ങണപ്പെട്ടി കാണുന്നതും ഞാങ്ങണപ്പെട്ടിയിലുള്ളതായ മോശയെ കണ്ടിട്ട് അവനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നതും, ഞാൻ ഇവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവന് മോശ എന്ന് പേരിടുന്നതും ഒക്കെ നമുക്ക് വായിപ്പാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ആ ഭാഗങ്ങളൊക്കെ നമുക്ക് വളരെ വിശദമായി തന്നെ ചിന്തിപ്പാൻ കഴിയുന്നതായ കാര്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. 2-ാം അധ്യായം 15-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 15-ാമത്തെ വാക്യം. ഫറവോൻ ഈ കാര്യം കേട്ടേറെ മോശയെ കൊല്ലുവാൻ അന്വേഷിച്ചു. മോശ ഫറവോന്റെ സ്ഥലത്തിൽ നിന്ന് ഓടിപ്പോയി മിദ്യാൻ ദേശത്ത് ചെന്ന് പാർത്തു. മോസസ് ഇൻ മിദ്യാൻ, പ്രിപ്പറേഷൻ ഇൻ ദ വിൽഡർനെസ്. ദൈവം മോശയെ ആ മരുഭൂമിയിൽ ഒരുക്കുന്നതായ കാര്യമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. മോശയെ സംബന്ധിച്ച് 40 വർഷം കൊണ്ട് മോശ മിസ്രൈമിൽ നിന്ന് തനിക്ക് നേടുവാൻ കഴിയുന്നതായ സകല കാര്യങ്ങളും അവൻ നിപുണനായി തീർന്നു. സൈനികാഭ്യാസത്തിൽ, ആർട്ടിൽ, അതുപോലെ വിദ്യാഭ്യാസത്തിൽ, കൺസ്ട്രക്ഷൻ ഫീൽഡിൽ എന്നു വേണ്ട മിസ്രൈമിൽ എന്തൊക്കെ ജ്ഞാന വിഭവങ്ങളുണ്ടോ, വിസ്ഡം ലെവലുണ്ടോ, ആ എല്ലാ വിസ്ഡം ലെവലിലും മോശ നിപുണനായി തീരുവാനായിട്ടിടയായിട്ട് തീർന്നു. മോശയെ ജയിപ്പാൻ അവിടെ ആരുമില്ലാത്തതായ രീതിയിൽ, മിസ്രൈമിൽ ആരുമില്ലാത്തതായ രീതിയിൽ ഫറവോന്റെ രണ്ടാമനായി തീരത്തക്കതായ ക്വാളിഫിക്കേഷനോടുകൂടെ 40 വയസ്സായപ്പോ മോശ ആ പൂർണ്ണതയിലെത്തുവാനായിട്ടിടയായി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എന്താ സംഭവിച്ചെന്ന് നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം. He carried the burden of Israel in his heart, just as Christ bore the pain of humanity. Because of his deep inner calling, he was chosen to be Israel's deliverer. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാനവജാതിയുടെ രക്ഷ തന്റെ ഹൃദയത്തിൽ ഏറ്റെടുത്തതായ അതേ ഭാവത്തിൽ മോശ എന്ത് ചെയ്തു? തന്റെ സ്വന്തം ജനമായ ഇസ്രയേലിന്റെ രക്ഷയുടെ ഭാരം മുഴുവനും മോശ തന്റെ ഹൃദയത്തിൽ ഏറ്റെടുക്കുവാനായിട്ടിടയായി. ആ വലിയ ഭാരം മോശയുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നത് കൊണ്ടാണ് മോശ എന്ത് ചെയ്തത്? 40-ാമത്തെ വയസ്സിൽ താൻ എന്തൊക്കെയോ ആണ്, തനിക്ക് എന്തൊക്കെയോ ചെയ്യുവാൻ കഴിയും, ആ മിസ്രൈമിൽ താൻ എന്തൊക്കെയോ ആണെന്നുള്ളതായ ഭാവത്തിൽ പുറത്തോട്ടിറങ്ങുമ്പോ ഒരു ഇസ്രയേലിനും ഇസ്രൈമിനും തമ്മിൽ വഴക്കുണ്ടാകുന്നത് കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. മിസ്രൈമിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് മിസ്രൈമിനെ അടിച്ചു കൊന്ന് മണലിൽ കുഴിച്ചിട്ടു. ആരും അറിഞ്ഞില്ല, ഒന്നും കേട്ടില്ല എന്ന് പറഞ്ഞ് അവൻ കൊട്ടാരത്തിലേക്ക് പോയി. പിറ്റേ ദിവസവും ഇറങ്ങി വരുമ്പോ ഒരു ഇസ്രയേലിനും വഴക്കുണ്ടാക്കുകയാണ്. സഹോദരന്മാർ തമ്മിലുള്ളതായ വഴക്ക് പറഞ്ഞു തീർക്കാനായിട്ട് ചെന്നപ്പോ സഹോദരന്മാർ അവനെ ഉന്തിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നിന്നെ ഞങ്ങൾക്ക് ന്യായകർത്താവാക്കി വെച്ചതാര് എന്ന് ചോദിച്ചുകൊണ്ട് അന്യായം ചെയ്തവൻ മോശയ്ക്കെതിരെ ശബ്ദമുയർത്തുവാൻ ഇടയായിട്ട് തീർന്നപ്പോ മോശയ്ക്ക് കാര്യം മനസ്സിലായി. രഹസ്യത്തിലാണ് ഞാൻ ചെയ്തതെങ്കിലും ആരും കണ്ടില്ല എന്ന് വിചാരിച്ചെങ്കിലും എല്ലാവരും അത് കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഫറവോന്റെ കൊട്ടാരത്തിലും അത് എത്തിക്കാണും. ഇനിയും എനിക്ക് അങ്ങോട്ട് പോകുവാനായിട്ട് കഴിയത്തില്ല എന്ന് മനസ്സിലാക്കി മോശ അവിടെ നിന്ന് പലായനം ചെയ്യുവാൻ ഓടുവാനിടയായിട്ട് തീർന്നു. ഓടിയതായ മോശ എങ്ങോട്ട് ചെന്നു? ദൈവത്തിന് സ്തോത്രം. മിദ്യാനിലേക്ക് പോകുവാനായിട്ടിടയായി. മിദ്യാൻ എന്ന് പറയുന്നത് അബ്രഹാമിന്റെ ഹാഗാറിലുണ്ടായതായ മക്കളിൽ ഒരുവനാണ് മിദ്യാൻ. അവർ പാർക്കുന്ന ആ മിദ്യാനിന്റെ വംശം പാർക്കുന്നതായ ദേശത്തേക്ക്, മിദ്യാന്റെ ദേശത്തേക്ക് കടന്നു ചെന്നു. മിദ്യാന്റെ ദേശത്തേക്ക് കടന്നു ചെല്ലുമ്പോ അവിടെ ദൈവത്തിന്റെ പുരോഹിതനായ യിത്രോ ഉണ്ടായിരുന്നു. യിത്രോ, പ്രൈസ് ദി ലോർഡ്, മോശയുടെ രക്ഷകർത്താവായിട്ട് മാറുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. മോശയ്ക്ക് യിത്രോ
ഇത്രോയുടെ ഭവനത്തിലേക്ക് മോശ എത്തിച്ചേരുകയാണ്. പ്രൈസ് ദി ലോർഡ്. മോശ ഇത്രോയുടെ ഭവനത്തിലേക്ക് എത്തുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയാണെന്ന് കരുതുന്നു. ഇത്രോ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേരല്ല. ഇത്രോ എന്ന് പറയുന്നത് പുരോഹിതന്റെ സ്ഥാനപ്പേരാണ്. ആ പുരോഹിതന്റെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പേര് രയൂവേൽ എന്നാണ്. ആ പേര് രയൂവേലിന് അർത്ഥമുണ്ട്. റിയ അല്ലെങ്കിൽ റിയ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഫ്രണ്ട് എന്നാണ്, അല്ലെങ്കിൽ സുഹൃത്ത് എന്നാണ്, കൂട്ടുകാരൻ എന്നാണ്. പ്രൈസ് ദി ലോർഡ്. യു എന്ന എബ്രായ പദത്തിനർത്ഥം ഹി എന്നാണ്, അല്ലെങ്കിൽ അവൻ എന്നാണ് അതിന്റെ അർത്ഥം. ഏൽ എന്ന് പറഞ്ഞാൽ ദൈവം എന്നാണ് അർത്ഥം. അപ്പൊ രയൂവേൽ എന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ. റയൂവേൽ ആരാണ്? ദൈവത്തിന്റെ സ്നേഹിതൻ. അതാണ് ആ പേരിന്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. രയൂവേല് മോശയെ കുറിച്ച് മനസ്സിലാക്കി. മോശ ഓടി വരുന്നത് എവിടെയാണെന്നും മോശയുടെ അമ്മയപ്പന്മാരാരാണെന്നും അവന്റെ ഗ്രാൻഡ് ഫാദർ ആരാണെന്നും ഒക്കെ മനസ്സിലാക്കിയതായ ദൈവത്തിന്റെ സ്നേഹിതനായ ഈ മനുഷ്യൻ മോശയെ തന്റെ ഭവനത്തിലേക്ക് ചേർത്തത് വലിയൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. പ്രൈസ് ദി ലോർഡ്. തന്നിൽ കൂടെ ഒരു ദൈവപ്രവൃത്തി ഉണ്ട് എന്ന് ഒരുപക്ഷെ രയൂവേലിനും മനസ്സിലായി കാണും. അതുകൊണ്ട് രയൂവേൽ മോശയെ തന്റെ മകനെ പോലെ സ്വീകരിപ്പാനിടയായിട്ട് തീർന്നു. തന്റെ മൂത്ത മകളായ സിപ്പോറയെ മോശയ്ക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. വിവാഹം കഴിക്കപ്പെട്ടതായ ആ മോശയ്ക്ക് പ്രൈസ് ദി ലോർഡ് സിപ്പോറയിൽ ഒരു മകൻ ജനിക്കുവാനായിട്ടിടയായിട്ട് തീർന്നു. ആ മകന്റെ പേര് നമുക്ക് വായിക്കാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. എന്താണ് ആ മകന്റെ പേര്? ഗെർസോം എന്നാണ് ആ മകന്റെ പേര്. നമുക്കിവിടെ വായിക്കാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. 22-ാമത്തെ വാക്യം. അവൾ ഒരു മകനെ പ്രസവിച്ചു, ഞാൻ അന്യദേശത്ത് ആയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവന് ഗെർസോം എന്ന് പേരിട്ടു. അപ്പോ അന്യദേശത്ത് പരദേശിയായിരിക്കുന്നു എന്ന് പറഞ്ഞ ഐ ആം എ സ്ട്രേഞ്ചർ ഇൻ ദി ഫോറിൻ ലാൻഡ് എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്, ഫോറിൻ ലാൻഡിലേക്ക് വരുമ്പോ തന്റെ സ്വന്തക്കാരവനെ കൈവിട്ടു, തന്റെ ബന്ധക്കാരവനെ കൈവിട്ടു, ആരും അവന് ബന്ധക്കാരായിട്ടില്ല, ഞാൻ ഏകനായി തീർന്നു എന്നുള്ളതായ അർത്ഥത്തിൽ ഞാൻ ഞാന് സ്വന്തമല്ലാത്തതായ ദേശത്ത്, അന്യദേശത്ത് പരദേശിയായിരിക്കുന്നു എന്ന് പറഞ്ഞ് അവന് ഗെർസോം എന്ന പേരിടുവാനായിട്ടിടയായി. പ്രൈസ് ദി ലോർഡ്. ഏതായാലും അവിടെ വെച്ച് യഹോവയായ ദൈവം 40 വർഷം മോശയെ പ്രത്യേക രീതിയിൽ നടത്തി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. എന്തിനാണ് മോശയെ കൊണ്ടുവന്നെന്ന് ചോദിച്ചാൽ, ഒരു വീണ്ടെടുപ്പിലേക്ക് ദൈവജനത്തെ നടത്തണമെങ്കിൽ പ്രൈസ് ദി ലോർഡ് നടത്തിപ്പുകാരനായിരുന്നതായ മോശ അതുവരെ പഠിക്കാത്തതായ ചില കാര്യങ്ങൾ മോശ പഠിക്കേണ്ടതുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. മോശയ്ക്ക് ലോകപ്രകാരമുള്ളതായ എല്ലാ ജ്ഞാനവും ലഭിച്ചതായ വ്യക്തിയാണ്. പക്ഷെ ലോകപ്രകാരമുള്ളതായ ജ്ഞാനം കൊണ്ടോ, ലോകപ്രകാരമുള്ളതായ എക്സ്പീരിയൻസ് കൊണ്ടോ, ലോകപ്രകാരമുള്ളതായ കഴിവ് കൊണ്ടോ ദൈവജനത്തെ ഒരു വീണ്ടെടുപ്പിലേക്ക് നയിക്കുവാൻ കഴിയത്തില്ല എന്നുള്ളതായ സത്യം മോശയും ഇസ്രായേൽ ജനവും ഇനി വരാനിരിക്കുന്നതായ തലമുറയും നാമും മനസ്സിലാക്കേണ്ടതിന് 40 വർഷം മോശയെ മിദ്യാനിൽ ഏകനായി നടത്തുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. എന്താണെന്നറിയാമോ? മോശ പഠിച്ചതായ 2 പാഠങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. 1 ഹ്യൂമിലിയേഷൻ, 2 സഫറിംഗ്. പ്രൈസ് ദി ലോർഡ്. ദൈവജനം ദൈവസന്നിധാനത്തിൽ സമ്പന്നരായി തീരണമെങ്കിൽ, ദൈവ വഴിയിൽ അവൻ എത്തിച്ചേരണമെങ്കിൽ, ദൈവപ്രവർത്തിക്ക് യോഗ്യനായി തീരണമെങ്കിൽ, ലോകത്തിലെ ധനം കൊണ്ടോ, ലോകത്തിലെ ജ്ഞാനം കൊണ്ടോ, ലോകത്തിൽ അവന്റെ കഴിവ് കൊണ്ടോ, അവന്റെ മസിൽ പവർ കൊണ്ടോ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ പഠിക്കേണ്ടതായ 2 വിലയേറിയതായ പാഠമുണ്ട്.
ഒന്ന്, അവൻ താഴ്മ പഠിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്തൊക്കെയോ ആണെന്ന് പറഞ്ഞിരുന്നതായ മോശ അടുത്ത 40 വർഷം കൊണ്ട് മനസ്സിലായത്, ഞാൻ ഒന്നുമല്ല, എന്റെ കൈവശം ഒന്നുമില്ല, എനിക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല, ആരോടും സംസാരിക്കുവാൻ പോലും കഴിയാത്ത രീതിയിൽ ഞാൻ അശക്തനാണ്, ഞാൻ ദുർബലനാണ് എന്ന് മോശ മനസ്സിലാക്കി അവന്റെ ജീവിതത്തിൽ അവൻ ഹ്യൂമിലിയേഷന്റെ ഏറ്റവും താഴ്ന്ന പടിയിലേക്ക് അവൻ എത്തിച്ചേരുവാനായിട്ടിടയായി. രണ്ടാമത് അവനെ പഠിപ്പിച്ചത് പ്രൈസ് ദി ലോർഡ് സഫറിംഗ് ആണ്, അല്ലെങ്കിൽ ഹല്ലേലൂയ കഷ്ടതയാണ്. കഷ്ടതയിൽ കൂടി അല്ലാതെ ദൈവജനത്തിന് ഒരു വീണ്ടെടുപ്പില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ ഒരുവന് പ്രയോജനപ്പെടുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് നമ്മെ വിവിധ രീതിയിലുള്ളതായ കഷ്ടതകളിൽ കൂടെ നടത്തുമ്പോൾ നമ്മൾ ഉറക്കേണ്ടതായ കാര്യം, ദൈവം എന്നെ ഉപയോഗിപ്പാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ആകയാൽ പ്രൈസ് ദി ലോർഡ്, നാം ദൈവത്തിന്റെ സന്നിധാനത്തിൽ ദൈവഹിതപ്രകാരം നിൽക്കുവാനായിട്ട് നാം തീരുമാനിച്ചു കഴിയുമ്പോൾ, ഒരു ദൈവപ്രവൃത്തി നമ്മിലൂടെ വെളിപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിച്ചു കഴിയുമ്പോൾ, ഈ 2 ലെസൺസിലേക്കും ഈ വിലപ്പെട്ടതായ 2 പാഠങ്ങളിലേക്കും ദൈവം നമ്മെ നടത്തും. അതിന് മോശ പഴയ നിയമത്തിൽ ഉദാഹരണമായിരിക്കുമ്പോ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പുതിയ നിയമത്തിൽ നമുക്ക് മുമ്പേ വരച്ചു കിട്ടിയിരിക്കുന്നതായ വലിയൊരു ഉദാഹരണമായി നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവ രൂപത്തിലിരിക്കെ ദൈവത്തോടുള്ളതായ സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ എന്ത് ചെയ്തു? പ്രൈസ് ദി ലോർഡ്, താഴ്മ ധരിച്ചുകൊണ്ട് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ക്രൂശ് മരണത്തോളം പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ സന്നിധാനത്തിൽ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അത്രത്തോളം താഴ്മ ധരിക്കുവാൻ ഇടയായി. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, എന്നോട് ചേർന്ന് എന്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. ഞാൻ പ്രൈസ് ദി ലോർഡ് ഞാൻ താഴ്മയും വിനയവും ഉള്ളവനാകയാൽ എന്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. താഴ്മയില്ലാത്ത ഒരു അനുഭവമാണ് ഉള്ളതെങ്കിൽ, ഹല്ലേലൂയ, നാം നമ്മിൽ തന്നെ എന്തെങ്കിലും കണ്ട് പുകഴുന്നവരാണെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നാം കൊള്ളരുതാത്തവരാണ്. കൊള്ളാകുന്നവരായി തെളിഞ്ഞ ശേഷം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വെച്ചിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കുമെന്ന് യാക്കോബ് പറയുന്നത് വെറുതെയല്ല. ദൈവം നമ്മെ കൊള്ളാകുന്നവരായി തീർക്കേണ്ടതിന് ദൈവിക പാഠശാലയിൽ കൂടെ, ദൈവിക യൂണിവേഴ്സിറ്റിയിൽ കൂടെ, ഡിവൈൻ യൂണിവേഴ്സിറ്റിയിൽ കൂടെ നമ്മളെ കടത്തിവിടും. We have to pass in different stages of these 2 lessons. ഒരു സ്റ്റേജ് അല്ല, പല സ്റ്റേജുകൾ ഈ 2 ലെസണിലും ഉണ്ട് എന്ന് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ആ ലെസൺസ് മനസ്സിലാക്കി ആ ലെസൺസ് പാസ്സാകുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. The name of സ്ക്രീനിൽ കാണുന്നത് പോലെ the name of Reuel is a compound word. Ria meaning friend, you meaning he, and El meaning God the Most High. Reuel means he is the friend of the Most High. അവൻ ദൈവത്തിന്റെ സ്നേഹിതനാണ് എന്നുള്ളതായ ആ ഒരു അനുഭവത്തിലേക്ക് എത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. 21 22 വാക്യങ്ങൾ, 2-ാം അധ്യായത്തിന്റെ 21, 22 വാക്യങ്ങളിലേക്ക് വരുമ്പോ അവിടെ ദൈവജനത്തിന്റെ നിലവിളി നമുക്ക് കാണുവാൻ, മോശയുടെ കുടുംബത്തെ കാണുവാനായിട്ട് കഴിയും. 23 മുതൽ 25 വരെയുള്ളതായ വാക്യങ്ങളിൽ ദൈവജനത്തിന്റെ നിലവിളി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഏറെ നാൾ കഴിഞ്ഞിട്ടും ഇസ്രായേൽ രാജാവ് മരിച്ചു. ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിലെത്തി. ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമവും ഓർത്തു. ദൈവം ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ചു. ദൈവം അറിഞ്ഞു. 2-ാം അധ്യായത്തിന്റെ ഒടുവിലേക്ക് വരുമ്പോ ദൈവം അറിഞ്ഞു എന്നുള്ളതായ കാര്യം ഇസ്രായേൽ മക്കൾക്ക് ബോധ്യപ്പെടുവാനുള്ളതായ കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ്. 3-ാം അധ്യായത്തിൽ വെളിപ്പെടുന്ന വലിയ ദൈവപ്രവൃത്തി നമുക്ക്
ചിന്തിപ്പാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽ മക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ മാനവജാതിയുടെ വീണ്ടെടുപ്പിന്റെ പദ്ധതി ദൈവം പുനരാരംഭിക്കുകയാണ്. അവസാനിച്ചു പോയി എന്ന് കരുതുന്ന ഇടത്ത് ദൈവം വീണ്ടും അത് പണിതു കൊണ്ടുവരികയാണ്. നമ്മുടെ ജീവിതത്തിൽ അവസാനിച്ചു എന്ന് പറയുന്നതായ സന്ദർഭങ്ങളിൽ വെളിപ്പെട്ടു വരുന്ന ദൈവപ്രവൃത്തിയുണ്ട്. അത് ഹല്ലേലൂയ സക്സസീവ് ആയിരിക്കും, അല്ലെങ്കിൽ അത് പ്രോഗ്രസീവ് ആയിരിക്കും. അതിന്റെ ഇനിഷ്യൽ സ്റ്റേജ് മോശയിൽ നിന്ന് ആരംഭിക്കുന്നു. ദൈവത്തിന്റെ കടാക്ഷം കടന്നു വരുന്നത് മോശയിൽ നിന്ന് ആരംഭിക്കുന്നു. മോശയ്ക്ക് ജീവിപ്പാൻ ആവശ്യമായ സാഹചര്യം ഒരു ജനതയിൽ കൊട്ടാരത്തിൽ ദൈവം ഒരുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അവനെ ദൈവത്തിന്റെ പാഠശാലയിലേക്ക് അഭ്യസിക്കേണ്ടതിന് വേണ്ടി മിദ്യാനിലേക്ക് മടക്കി വരുത്തുന്നു. മിദ്യാനിൽ നിന്ന് 40 വർഷത്തെ സിവിയർ ട്രെയിനിങ്ങിന് ശേഷം ദൈവത്തിന്റെ പ്രത്യക്ഷത ഉണ്ടാകുന്ന 3-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. അടുത്ത ആഴ്ചയിൽ മോശയ്ക്കുള്ളതായ ദൈവിക പ്രത്യക്ഷത നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. കർത്താവായ ദൈവം നമ്മെ സഹായിക്കട്ടെ. പുറപ്പാട് പുസ്തകം 1-2 അധ്യായങ്ങളിലെ വിഷയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും വിഷയങ്ങളിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട് എങ്കിൽ നിങ്ങൾ ചോദിക്കുവാൻ മടിക്കരുത്. തൽക്കാലം ഞാൻ ക്ലാസ് നിർത്തുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതായ കാര്യങ്ങൾ പ്രൈസ് ദി ലോർഡ് അത് പൂർണ്ണതയിൽ എത്തിച്ചേരുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.